കൈജു നമ്പർ 10 അതിൻ്റെ ശരിയായ രൂപം പുറത്തെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അത് നേരത്തേതിനേക്കാൾ 10 ഇരട്ടി വലിപ്പത്തോടെ ജയൻറ്റ് ഗ്ലാസ് സൈസിലേക്ക് മാറിയിരിക്കുവാണ്. ഈ സൈസിലുള്ള കൈജുവിനെ ഹോഷിനയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പാടാണെന്ന് കോനോമിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ ആ കൈജുവിനെ ഫൈറ്റ് ചെയ്യുകയല്ലാതെ ഹോഷിനയുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഈ സമയം ആ കൈജു അവിടെ കിടന്ന് അലറാൻ തുടങ്ങി. അതിൻ്റെ അലർച്ച കേട്ട നമ്മുടെ കാഫ്കയ്ക്ക് തല പൊട്ടി പൊളിയുന്ന പോലെ തോന്നി. ആ കൈജുവിൻ്റെ ശരിക്കുള്ള പവർ എന്താണെന്ന് അവന് മനസ്സിലായി. വൈസ് ക്യാപ്റ്റൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവൻ നേരെ കൈജുവിൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയം കൈജു ഹോഷിനെ ഇടിക്കാൻ നോക്കി. ഹോഷിനെ ഒഴിഞ്ഞു മാറിയെങ്കിലും കൈജുവിൻ്റെ ഇടി കൊണ്ട് ആ തറ മുഴുവൻ തകർന്നുപോയി. പക്ഷേ ഇതൊന്നും കണ്ടിട്ടും ഹോഷിനെ പേടിച്ചില്ല. അവൻ തൻ്റെ സ്പീഡിൻ്റെ പിൻബലത്തിൽ കൈജുവിൻ്റെ ദേഹത്ത് മുഴുവൻ ഓടി നടന്ന് വെട്ടുകയാണ്. പക്ഷേ കൈജുവിന് അതൊന്നും രോമത്തിൽ പോലും ഏൽക്കുന്നില്ല. നിന്റെ സ്പീഡ് കൊണ്ട് മാത്രം എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈജു വീണ്ടും അവനെ ഇടിക്കാൻ നോക്കി. അപ്പോൾ ഹോഷിനെ ചാടി വന്ന് കൈജുവിൻ്റെ കണ്ണിലേക്ക് കുത്താൻ നോക്കി. പക്ഷേ കൈജു അവൻ്റെ മുഖത്തെ ആർമർ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും തോൽവി സമ്മതിക്കാതെ ഹോഷിനെ അവനെ തലങ്ങും വിലങ്ങും വെട്ടി. ഒടുവിൽ അവനൊരു കാര്യം മനസ്സിലാക്കി. ഇവൻ്റെ മുതുകിലുള്ള കോർ നശിപ്പിച്ചാൽ മാത്രമേ ഇവൻ ചാവൂ. അതുകൊണ്ട് കൈജുവിനെ പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഹോഷിനയുടെ നെഞ്ചത്ത് ഒരു വേദന തോന്നി. അവൻ നിലത്ത് വീണ് ചോര തുപ്പി. കാരണം അവൻ്റെ സ്യൂട്ടിൻ്റെ മാക്സിമം ഓപ്പറേഷണൽ ലിമിറ്റ് കഴിഞ്ഞ് സ്യൂട്ട് ഓവർഹീറ്റ് ആവുകയാണ്. അവൻ മാക്സിമം കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്തിട്ട് 10 മിനിറ്റിൽ കൂടുതലായി. ഇനി അത് ഷട്ട് ഡൗൺ ചെയ്തില്ലെങ്കിൽ അവൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് കോനോമി അവനോട് പറഞ്ഞു. പക്ഷേ ഹോഷിന 1 മിനിറ്റ് കൂടി പവർ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ കൈജു കുറേ യോജുവിനെ നമ്മുടെ ഹോഷിനയുടെ നേരെ പറത്തിവിട്ടു. ഹോഷിന അവിടെ നിന്ന് ചാടി മാറിയെങ്കിലും യോജു എല്ലാം കൂടി ഒന്നിന് പിറകെ ഒന്നായി സൂയിസൈഡ് ബോംബുകൾ പോലെ അവന് നേരെ ഇടിച്ചിറങ്ങി. അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട ഹോഷിന ആ പുകയുടെ മറവ് പറ്റി ഓടി. കൈജുവിൻ്റെ തൊട്ടുപുറകിലെ ബിൽഡിങ്ങിനുള്ളിലേക്കാണ് അവൻ കയറി ഓടിയത്. കൈജു പുറംതിരിഞ്ഞു നിന്ന സമയം നോക്കി അവൻ ബിൽഡിങ്ങിൽ നിന്നും കൈജുവിൻ്റെ മുതുകത്തേക്ക് ചാടിക്കൊണ്ട് വാളോങ്ങി. പക്ഷേ പെട്ടെന്ന് കൈജുവിൻ്റെ പിൻഭാഗത്ത് മുഴുവൻ കണ്ണുകൾ മുളച്ചു വന്നു. പണി പാളിയെന്ന് ഹോഷിനയ്ക്ക് മനസ്സിലായപ്പോഴേക്കും കൈജു ഹോഷിനയെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ നേരെ പറന്നുപോയി ഒരു മതിലിലിടിച്ചു വീണു. അവൻ്റെ സ്യൂട്ടിൻ്റെ മാക്സിമം റിലീസ് ഓഫായി. അവനിപ്പോൾ അനക്കമില്ലാതെ ഇരിക്കുവാണ്. ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവൻ പഴയ ചില കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. തലമുറകളായി കൈജുവിനെ ഫൈറ്റ് ചെയ്തു വരുന്ന സമുറായിമാരുടെ കുടുംബത്തിലാണ് ഹോഷിന ജനിച്ചത്. പക്ഷേ ടെക്നോളജി പുരോഗമിച്ചതോടെ അവിടെ വാളുകളുടെ കാലം കഴിഞ്ഞു. അന്ന് കുറെ കൂടി ചെറുപ്പമായിരുന്ന ഹോഷിനയ്ക്ക് ഡിഫൻസ് ഫോഴ്സിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ തോക്കുകൾ ഉപയോഗിക്കാനുള്ള സ്കിൽ അവനില്ലായിരുന്നു. ഒരുപാട് വലിയ കൈജൂസ് വരുന്ന ഈ കാലത്ത് വാളും കൊണ്ട് അവരെ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അവൻ്റെ അച്ഛൻ അവനെ ഉപദേശിച്ചു. പക്ഷേ അപ്പോഴും ഹോഷിനയുടെ തീരുമാനം മാറിയില്ല. അവൻ തൻ്റെ പ്രൊഫൈലുമായി പല സ്ക്വാഡ് ക്യാപ്റ്റൻസിനെയും സമീപിച്ചു. പക്ഷേ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ അവൻ്റെ കോമ്പാറ്റ് പവർ കുറവാണെന്ന് മനസ്സിലാക്കിയ ആരും അവനെ സ്ക്വാഡിൽ ചേർത്തില്ല. ഒടുവിൽ അവൻ സ്ക്വാഡ് 3യുടെ ക്യാപ്റ്റനായ ആഷിറോയെ മീറ്റ് ചെയ്തു. പക്ഷേ അവൻ ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഗണ്ണ് യൂസ് ചെയ്യാൻ വീക്കാണെന്ന് ആഷിറോ മനസ്സിലാക്കിയെങ്കിലും അവൻ്റെ സ്പോർട്സ്മാൻ സ്കിൽ വേറെ ലെവലാണെന്ന് അവൾ കണ്ടു. അങ്ങനെ അവൾ അവനെ തൻ്റെ സ്ക്വാഡിൽ ചേർക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഹോഷിനെ ഞെട്ടിപ്പോയി. തൻ്റെ കാര്യത്തിൽ സ്വന്തം അച്ഛൻ പോലും തരാത്ത വിശ്വാസം ക്യാപ്റ്റൻ ആഷിറോ തരുന്നതോർത്ത് അവന് അഭിമാനം തോന്നി. മരണം വരെ അവളുടെ വലങ്കൈയായി തുടരുമെന്ന് ഹോഷിനെ അവിടെ വെച്ച് തീരുമാനിച്ചു. അങ്ങനെ ഇതൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹോഷിനെ അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് കൺട്രോൾ റൂമിൽ നിന്നും കോനോമി അവനെ നിർത്താതെ വിളിക്കുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ മരിച്ചു കാണുമെന്ന് അവൾ കരുതി. പെട്ടെന്ന് ഹോഷിനെ ഉണർന്നു. അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല എന്ന് കോനോമിയോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണ് കോനോമിയുടെ ശ്വാസം നേരെ വീണത്. സിവിലിയൻസിനെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞുവെന്നും മറ്റുള്ള കൈജൊക്കെ ഏതാണ്ട് തീർന്നുവെന്നും കോനോമി അവനെ അറിയിച്ചു. അത് കേട്ട ഹോഷിനയ്ക്ക് ആശ്വാസമായി. ഇനി ഒറ്റ ലക്ഷ്യം മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയെങ്കിലും ഈ കൈജു നമ്പർ 10നെ കൊല്ലണം. അവൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ കോനോമി അവനെ തടയാൻ നോക്കി. കൈജുവിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഹെൽത്ത് ഇപ്പോൾ അവനില്ല എന്ന് കോനോമി അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഹോഷിനെ തൻ്റെ തീരുമാനം മാറ്റിയില്ല. ഈ ബേസിൻ്റെയും ടീമിൻ്റെയും സുരക്ഷ തന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടാണ് ക്യാപ്റ്റൻ ആഷിറോ പോയിരിക്കുന്നത്. ക്യാപ്റ്റന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി തൻ്റെ അവസാന ശ്വാസം വരെയും പോരാടുമെന്ന് മനസ്സിലുറപ്പിച്ച് ഹോഷിന കൈജുവിൻ്റെ നേരെ നടന്നു. കൈജു അവനെ ഇടിക്കാൻ നോക്കിയപ്പോൾ ഹോഷിന അവൻ്റെ മുഖത്ത് വെട്ടി. പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് ആ മുറിവ് ഹീലായി. എന്നിട്ടും വിട്ടുകൊടുക്കാതെ ഹോഷിന കൈജുവിൻ്റെ ദേഹത്ത് ചാടി കയറിയിട്ട് അവൻ്റെ സ്കിൽ നമ്പർ 2 ഉപയോഗിച്ച് കൈജുവിൻ്റെ നെഞ്ച് വെട്ടിക്കീറി. ആ മുറിവ് ഹീലാകും മുൻപേ അവൻ സ്കിൽ നമ്പർ 3 യൂസ് ചെയ്ത് കൈജുവിൻ്റെ കഴുത്ത് വെട്ടിമുറിച്ചു. കൈജുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും മുമ്പേ അവൻ സ്കിൽ നമ്പർ 4 വൈൽഡ് സ്ലാഷർ ടെക്നിക്ക് കൊണ്ട് കൈജുവിൻ്റെ ഇടംകൈ താറുമാറെ വെട്ടിയെറിഞ്ഞു. ഒടുവിൽ അവൻ തൻ്റെ സ്കിൽ നമ്പർ 6 ആയ 8 ഫോൾഡ് സ്ലാഷർ യൂസ് ചെയ്യാൻ വേണ്ടി കൈജുവിൻ്റെ നേരെ ചാടി. പക്ഷേ പെട്ടെന്ന് കൈജു അവനെ പിടിച്ചു. അവൻ്റെ കൈപ്പിടിയിൽ ഹോഷിന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു.
ഈ സമയം അങ്ങ് ദൂരെ നിന്ന് നമ്മുടെ കാഫ്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൈജു ഹോഷിനയെ തിന്നാൻ പോകുന്നത് കണ്ട അവൻ ഉടനെ അങ്ങോട്ടോടി. അത് കണ്ട ഇച്ചിക്കാവയ്ക്ക് കാഫ്ക കൈജു ഫോം എടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അത് ചെയ്യരുത് ചേട്ടാ എന്ന് ഇച്ചിക്കാവ അവനോട് നല്ലതുപോലെ പറഞ്ഞു നോക്കി. പക്ഷേ ഇപ്പോൾ കാഫ്കയ്ക്ക് പ്രധാനം വൈസ് ക്യാപ്റ്റൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ്. അവൻ കൂടുതലൊന്നും ചിന്തിക്കാതെ ട്രാൻസ്ഫോം ആവാൻ തുടങ്ങി. അങ്ങനെ അവൻ പകുതി ട്രാൻസ്ഫോം ആയപ്പോഴേക്കും വയർലെസ്സിലൂടെ ഒരു ശബ്ദം കേട്ടു. ഗുഡ് ജോബ് ഗൈസ്, ഇനി പേടിക്കണ്ട, ഞാൻ എത്തിക്കഴിഞ്ഞു. അത് ആഷിറോയുടെ സൗണ്ടാണെന്ന് മനസ്സിലാക്കിയ ടീം മൊത്തം ഞെട്ടിപ്പോയി. ഇത് കേട്ട ഹോഷിന ചിരിച്ചുകൊണ്ട് കൈജുവിനോട് പറഞ്ഞു, മിസ്റ്റർ കൈജു നമ്പർ 10, നീ തീർന്നടാ, നീ തീർന്നു. തൊട്ടടുത്ത നിമിഷം ഒരു മിസൈൽ വന്നിടിച്ച് കൈജുവിൻ്റെ ഇടത് കൈ ചിതറിത്തെറിച്ചു. കൈജു വേദന കൊണ്ട് അലറി. ആ അവസരം നോക്കി ഹോഷിന അവൻ്റെ കയ്യിൽ നിന്ന് ചാടി എസ്കേപ്പായി. ഈ സമയം നമ്മുടെ ആഷിറോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തൻ്റെ ബസൂക്ക റീലോഡ് ചെയ്തു. അവൾ വീണ്ടും വെടിവെച്ച് കൈജുവിൻ്റെ വലത് കൈ മുറിച്ചു. പക്ഷേ കൈജു വേഗം തന്നെ തൻ്റെ കൈ റീജനറേറ്റ് ചെയ്തിട്ട് ആഷിറോയെ അറ്റാക്ക് ചെയ്തു. അതോടെ ആഷിറോയ്ക്ക് അവിടെ നിന്ന് ചാടി മാറേണ്ടി വന്നു. അത് കണ്ട ഹോഷിന ഒരിക്കൽ കൂടി കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. നിന്നിടത്തു നിന്നും കൈജു അനങ്ങാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ അവൻ ഓടിച്ചെന്ന് കൈജുവിൻ്റെ കാലുകൾ വെട്ടിമുറിച്ചു. പക്ഷേ ആ മുറിവുകൾ പെട്ടെന്ന് തന്നെ ഹീലായി. ഇത് കണ്ട ഹോഷിന അന്തം വിട്ട് നിന്നപ്പോഴേക്കും കീക്കറോ അങ്ങോട്ടേക്ക് വന്നു. അവൾ കൈജുവിൻ്റെ കാൽമുട്ടിലേക്ക് വെട്ടിയെങ്കിലും അവിടെ ഒരു പോറൽ പോലും ഉണ്ടായില്ല. അവളങ്ങനെ വണ്ടറടിച്ച് നിന്നപ്പോൾ ഹോഷിന അവളോട് തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അവൻ നേരെ ചെന്ന് കൈജുവിൻ്റെ കാൽമുട്ടിൽ തുരുതുരെ വെട്ടി മുറിച്ചു. അപ്പോൾ കീക്കറോ ചാടി വന്ന് ആക്സ് കൊണ്ട് ആ മുറിവിൽ തന്നെ ആഞ്ഞി വെട്ടി. അതോടെ കാൽമുട്ട് തകർന്ന കൈജു അവിടെ മുട്ടും കുത്തി വീണുപോയി. പെട്ടെന്ന് നമ്മുടെ കീക്കറു തളർന്നു വീണു. കാരണം അവളുടെ സ്യൂട്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ആഷിറോ കൈജുവിൻ്റെ പിന്നിൽ നിന്നും അതിൻ്റെ മുതുകത്തേക്ക് ഷൂട്ട് ചെയ്തു. അതോടെ കൈജു വീണുപോയി. ഇപ്പോൾ അവൻ്റെ കോർ പുറത്ത് കാണാം. ആഷിറോയ്ക്ക് ഇനി ഒറ്റ ചാൻസേ ഉള്ളൂ. ആ കോറിനെ ഉന്നം വെച്ചുകൊണ്ട് വീണ്ടും അവൾ ഷൂട്ട് ചെയ്യാൻ റെഡിയായി. പെട്ടെന്ന് ഒരു യോജു അവളെ പറന്നു വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ ആ യോജുവിനെ പ്ലറ്റൂൺ ലീഡർ നാക്കനോഷിമയും ടീമും വെടിവെച്ച് കൊന്നു. അപ്പോഴേക്കും കൈജു എഴുന്നേറ്റു. പ്ലറ്റൂൺ ലീഡർ ഈക്കരുകയും ടീമും അതിനെ ഷൂട്ട് ചെയ്ത് പിടിച്ചു നിർത്താൻ നോക്കുവാണ്. നമ്മുടെ കാഫ്കയും പറ്റുന്ന പോലെയൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും കൈജുവിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആഷിറോ ദൂരെ നിന്നും ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഹോഷിനെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി. അവൻ്റെ സ്യൂട്ടിൻ്റെ ലിമിറ്റ് തീരാൻ ഇനി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കോനോമി അവനോട് പറഞ്ഞു. പക്ഷേ അത്രയും സമയമെങ്കിലും കൈജുവിനെ അവിടെ പിടിച്ചു നിർത്താൻ തീരുമാനിച്ചുകൊണ്ട് അവൻ തൻ്റെ അവസാനത്തെ അഡ്രനാലിൻ്റെ തുള്ളിയും ഊറ്റിക്കൊണ്ട് പലവട്ടം കൈജുവിനെ വെട്ടിക്കീറി. ഹോഷിന ഭ്രാന്ത് പിടിച്ച പോലെ അതിനെ കീറി മുറിക്കുവാണ്. കൈജു വേദന കൊണ്ട് അലറി. ഒടുവിൽ സ്യൂട്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞതോടെ അവൻ തളർന്നു വീണു. ആ അവസരം മുതലാക്കി അവനെ തിന്നാൻ വേണ്ടി കൈജു വായും തുറന്നു വന്നു. പെട്ടെന്ന് ഹോഷിന കൈജുവിനെ നോക്കി ചിരിച്ചു. കാരണം അപ്പോഴേക്കും കൈജുവിൻ്റെ പിന്നിൽ നിന്നും നമ്മുടെ ആഷിറോ ടാർഗറ്റ് ലോക്ക് ചെയ്ത് ഫുൾ കോമ്പാറ്റ് പവറും അൺലീഷ് ചെയ്ത് അറ്റാക്കിന് റെഡിയായി കഴിഞ്ഞിരുന്നു. കൈജു നമ്പർ 10 എന്തെങ്കിലും ചെയ്യാൻ പറ്റും മുമ്പേ അവൻ വെടികൊണ്ട് ചിതറി. അവൻ്റെ തലയും കൈയുമൊക്കെ വേറെ വേറെ ദിശകളിലേക്ക് പറന്നു. അതിൻ്റെ അവസാനത്തെ അലർച്ചയോടെ ആ ബേസ് ശാന്തമായി. കൈജുവിൻ്റെ വൈറ്റൽസ് പൂർണ്ണമായും ഇല്ലാതായി എന്ന് മനസ്സിലാക്കിയ കോനോമിക്കും ടീമിനും ആശ്വാസമായി. ഈ സമയം ഫീൽഡിൽ എല്ലാവരും ഈ വിജയം ആസ്വദിക്കുകയായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഫീൽഡിൽ പരിക്ക് പറ്റിയവരെ ശുശ്രൂഷിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ആഷിറോ വന്ന് നമ്മുടെ ഹോഷിനെയും കീക്കറുവിനെയും സല്യൂട്ട് ചെയ്തു. അവരുടെ ധൈര്യത്തിനെ അവൾ അഭിനന്ദിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന കാഫ്കയുടെ കണ്ണ് നിറഞ്ഞു. ഇത്രയും നല്ലൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ആനന്ദ കണ്ണീരായിരുന്നു അത്. അങ്ങനെ എല്ലാവരും ഒരു യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആഷിറോയുടെ പെറ്റായ കടുവ എന്തോ അപകടം മണത്തറിഞ്ഞു. അത് മാനത്തേക്ക് നോക്കി അലറാൻ തുടങ്ങി. അതുകണ്ട് മാനത്തേക്ക് നോക്കിയവരുടെ കണ്ണ് തള്ളിപ്പോയി. ആകാശത്ത് ഒരു ഭീമൻ ഉൽക്ക പോലെ എന്തോ വന്ന് നിൽക്കുകയാണ്. അവിടെയുള്ള യോജു എല്ലാം അതിൽ ചെന്ന് ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കോനോമിക്ക് മനസ്സിലായി. യോജു എല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു ഭീമൻ യോജു ബോംബാണ് അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. ഇപ്പോൾ അതിന് ഒരു ആറ്റം ബോംബിനേക്കാൾ പവറുണ്ട്. യോജു ഫ്യൂസ് ആകുന്നതിനനുസരിച്ച് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കൈജു നമ്പർ 10 അവസാനത്തെ അലർച്ച ഇതിനു വേണ്ടിയായിരുന്നുവെന്ന് അപ്പോഴാണ് ഹോഷിനയ്ക്ക് മനസ്സിലായത്. അപ്പോൾ ആഷിറോ എല്ലാവരോടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ എത്ര ഓടിയാലും ഇനി കാര്യമില്ല. ഈ ബോംബ് പൊട്ടിയാൽ മൊത്തം ജപ്പാൻ അടക്കം നിന്ന് കത്തുമെന്ന സത്യം അവർ മനസ്സിലാക്കി. അപ്പോൾ പുറകിൽ നിന്നും ആ കൈജുവിൻ്റെ അറ്റുപോയ തല അവരോട് സംസാരിച്ചു. എന്നെ കൊന്നിട്ട് നീയൊന്നും അങ്ങനെ ഇനി ജീവിക്കണ്ട എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പാനിക്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാഫ്ക ആ ബോംബിൻ്റെ അടുത്തേക്ക് ഓടി. അത് കണ്ട ബാക്കി എല്ലാവരും അന്തം വിട്ട് നിന്നപ്പോൾ ഹോഷിനെ അവനെ തിരികെ വിളിച്ചു. പെട്ടെന്നാണ് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത്. കാഫ്ക ഇതുവരെ ഇത്രയും സ്പീഡിൽ ഓടിയതായി അവൻ കണ്ടിട്ടില്ല. സത്യത്തിൽ ഓടുന്നതിനിടയിൽ കാഫ്ക ട്രാൻസ്ഫോം ആവുകയായിരുന്നു. അബദ്ധമൊന്നും കാണിക്കില്ലേ ചേട്ടാ എന്ന് ഇച്ചിക്കാവ അവനോട് വിളിച്ച് പറഞ്ഞുവെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കാഫ്ക മുകളിലേക്ക് ചാടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ കൈജു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു.
അപ്പോൾ കോനോമി അവൻ്റെ ഫോർട്ടിറ്റ്യൂഡ് ലെവൽ മെഷർ ചെയ്തു. ഫോർട്ടിറ്റ്യൂഡ് ലെവൽ 9.8. ഇത് അവനാണ്, ദ കൈജു നമ്പർ 8. കോനോമി പറഞ്ഞത് കേട്ട് എല്ലാവരും ഷോക്കായിപ്പോയി. ആഷിറോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹോഷിനയുടെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും അത്ഭുതത്തോടെ കാഫ്കയുടെ ചുറ്റും കൂടി നിൽപ്പായി. ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് ഇച്ചിക്കാവ കാഫ്കയെ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഈ സമയം അത്രയും കാഫ്ക ഈ രഹസ്യം മറച്ചു വെച്ചതിന് തൻ്റെ പ്രിയപ്പെട്ടവരോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ്റെ മുന്നിൽ എല്ലാവരെയും രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. അവൻ തൻ്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്തുകൊണ്ട് അലറി. അവൻ്റെ കയ്യിലും കാലിലുമൊക്കെ റോക്കറ്റിൻ്റെ ത്രസ്റ്റർ പോലെ തീ കത്തി. ഒരു മിസൈൽ പോലെ അവൻ നിലത്തു നിന്ന് മുകളിലേക്ക് പറന്നു പൊങ്ങി. ബോംബിൻ്റെ അടുത്തെത്തിയതും അവൻ സർവ്വശക്തിയും എടുത്തുകൊണ്ട് അതിൽ ആഞ്ഞിടിച്ചു. കയ്യിലെ ത്രസ്റ്ററുകൾ കൊണ്ട് മാക്സിമം പവർ കൊടുത്ത് അവൻ മുകളിലേക്ക് പുഷ് ചെയ്തതും ആ ബോംബ് ഒരു റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയർന്നു. എത്താവുന്ന മാക്സിമം ഉയരത്തിലേക്ക് അതിനെ പറത്തി വിട്ടിട്ട് കാഫ്ക താഴേക്ക് വീണു. അത് കണ്ട ആഷിറോ എല്ലാവരോടും ഷീൽഡ് മാക്സിമൈസ് ചെയ്തിട്ട് നിലത്ത് കിടക്കാൻ പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ ആറ്റം ബോംബ് പൊട്ടി. അതിൻ്റെ ഷോക്ക് വേവ് കാരണം ട്രെയിനിങ് ഫീൽഡിലെ ബിൽഡിങ്ങുകളും മതിലുമെല്ലാം തകർന്ന് തരിപ്പണമായി. പക്ഷേ അപ്പോഴും നമ്മുടെ കാഫ്ക മറ്റു പട്ടാളക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു മതിൽ പോലെ നിന്നുകൊണ്ട് ഷോക്ക് വേവിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം പഴയ പോലെ ശാന്തമായി. എല്ലാവരെയും രക്ഷിച്ചുവെന്ന സമാധാനത്തോടെ നിൽക്കുമ്പോഴും കാഫ്കയുടെ മനസ്സിൽ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കിയായിരുന്നു. അവൻ്റെ കൈജു ഫോം പതുക്കെ മാറാൻ തുടങ്ങി. അപ്പോഴേക്കും ആഷിറോ അവിടെ എത്തി. അവൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. അവളെ നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ അപ്പോൾ അവന് പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ കൈജു നമ്പർ 8 ഡിഫൻസ് ഫോഴ്സിൻ്റെ പിടിയിലായി.